ജോസ്യൻ ഗ്രീൻ സ്വാഗതം. ഇന്ന് തേനീച്ച കൃഷിയെപ്പറ്റി നമ്മൾ പറയുന്നത്. ഏലത്തോട്ടത്തിൽ എങ്ങനെ തേനീച്ച കൃഷിയെ നന്നായിട്ട് വിജയകരമായി നടത്താം. തേനീച്ച കൃഷി നടത്തിയാൽ നമുക്ക് തേനും കിട്ടും, അതുപോലെ തന്നെ ഏലക്കായും കിട്ടും. എൻ്റെ ഉണ്ട് ഏലമുണ്ട്. ഏലത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഒരു തേനീച്ചപ്പെട്ടി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു 10 ഫ്രെയിമുള്ള തേനീച്ചപ്പെട്ടിയാണ്. നല്ല നിറച്ചും തേനീച്ചകളുണ്ട്. നല്ല വളർച്ചയാണ് തേനീച്ചകൾക്ക്. സമയത്ത് ഫീഡിങ് പോലും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇഷ്ടംപോലെ ഏലത്തിൻ്റെ പൂക്കൾ ഇവിടെ ഉണ്ട്. ഏലത്തിൻ്റെ പൂക്കളുണ്ട്, കണ്ടോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. വീഡിയോ മൊത്തം കാണുക. ഏലക്ക എല്ലാം കാണാൻ പറ്റും. അതുപോലെ എങ്ങനെയാണ് ഈ തേനീച്ചകൾ ഏലത്തിൽ പരാഗണം നടത്തുന്നതെല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഏലത്ത് നല്ല വിലയാണ്. 4,500 രൂപയ്ക്കാണ് വിലയാണ്. 9 വോൾട്ട് ഏലക്കായ്ക്ക്, ഉണങ്ങിയ ഏലക്കായ്ക്ക്. ഇതുണ്ട്, ഏല നല്ലപോലെ കായ്ക്കുന്നുണ്ട്. നല്ല ഒരു ചെടിയിൽ നിന്നൊരു 5 കിലോ ഒക്കെ പറിക്കാൻ പറ്റും. അതുപോലുള്ള ഒരു ഉൽപ്പാദനമാണ് ഈ ഉപ്പുതറയിൽ. കണ്ടോ, ഇതിലും ഉൽപ്പാദനമുണ്ട്. വണ്ണമ്മയുടെയൊക്കെ ഏരിയയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്താൽ നല്ല ഉൽപ്പാദനം, 12 മാസം വിളവെടുക്കാവുന്ന ഒരു ചെടിയാണ് ഏലം. പക്ഷേ ഏലത്തിന് പരാഗണം നടത്തുന്നത് ആരാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏലത്തിന് പരാഗണം നടത്തുന്നത് അത് കാറ്റോ അല്ലെ മഴയോ ഒന്നുമല്ല, സാക്ഷാൽ തേനീച്ച. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചകൾ ഭൂമുഖത്ത് ഒരു 4 വർഷമില്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന്. അത് ഒരു മാസമല്ല, ഒരാഴ്ച തേനീച്ചകൾ ഇല്ലാതാകുകയാണെങ്കിൽ ഈ ഏലക്കാട് ഉൽപ്പാദനം ഗണ്യമായി കുറയും. ഏലക്കയുടെ പോളിനേഷൻ നടത്തുന്നത് തേനീച്ചകളാണ്. കണ്ടോ, നല്ല പൂവുണ്ട്. ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ തേനീച്ചപ്പെട്ടികൾ വെച്ച് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ തോട്ടങ്ങളിലെല്ലാം ഈ തേനീച്ചപ്പെട്ടികൾ വെച്ചിട്ടുണ്ട്. ഏലത്തോട്ടങ്ങളിൽ നല്ല ഏലക്കായും കിട്ടും. ഒരു ഏലക്കായ്ക്കകത്ത് 26 വരെ മണികൾ കാണും. അതുപോലെ 9 വോൾട്ട് ഉള്ള കായകൾ, നല്ല കായകളുടെ ഉൽപ്പാദനം ഉണ്ടാകും. ഈ പോളിനേഷൻ ഇപ്പം എന്താ പറയുക, ഒരു കോഴിക്കൂട്ടിൽ കോഴിപ്പോരുണ്ടെങ്കിലേ ഈ പടകൾക്ക് ഉത്സാഹമുള്ള പോലെ മുട്ട ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ തേനീച്ചകളുണ്ടെങ്കിൽ മാത്രമേ ഈ പൂക്കുകയുള്ളൂ കേട്ടോ. അല്ലെ ചെടികൾ പിണങ്ങിപ്പോവും, പൂക്ക് പോലും ഇല്ല, അങ്ങനെ നിൽക്കുകയുള്ളൂ, കായകൾ ഉണ്ടാകത്തില്ല. തേനീച്ച കർഷകർ നിർബന്ധമായി ഏലത്തോട്ടങ്ങളിൽ ഇങ്ങനെ പെട്ടികൾ വെക്കണം. അല്ലെങ്കിൽ ഏലകർഷകർ അത് ചെയ്യണം, മുൻകൈ എടുത്ത് ചെയ്യണം. കുറേ പെട്ടികൾ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഏലത്തോട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാഗണം നടത്തുന്നത് തേനീച്ചകളാണ്. അതിൽ ഗണ്യമായിട്ട് പങ്കും ഈ കരഞ്ഞൊടിയൻ തേനീച്ചകളാണ് കൂടുതലും ഈ ഏലത്തോട്ടങ്ങളിൽ നിലനിൽക്കുന്നത്. മണ്ണിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും പെട്ടി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കുറേ പെട്ടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ വർക്കാണ്. ഇപ്പോഴും തേനുണ്ട്, മേൽമൂടിയ തേനുണ്ട്. കണ്ടോ, ഇവിടെ തേനീച്ചകൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് തേനും കിട്ടും, നല്ല ഏലക്കായും കിട്ടും, സ്പൈസി ആയിട്ടുള്ള തേന്. അതാണ് എൻ്റെ കാര്യം. അപ്പം അങ്ങനെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒത്തിരി പ്രയോജനമുണ്ട്. അതുപോലെ കണ്ടോ, പോളിനേഷൻ കണ്ടോ, ഈ തേനീച്ചകളുണ്ടോ, പോളിനേഷൻ നടത്തുന്നുണ്ടോ, പരാഗണം നടത്തുന്നുണ്ടോ? അത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും തേനീച്ചയെ വളർത്തണം, പ്രത്യേകിച്ചും ഏലത്തോട്ടക്കാർ. അതുപോലെ ഈ തെങ്ങൊക്കെ ഉള്ളിടത്തൊക്കെ ഈ തേനീച്ചകൾ വേണം.